ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കല്യാണ വീടുകളിൽ ഫേമസ് ആയിട്ടുള്ള ഫൈസലിക്കാൻ്റെ ദം ബിരിയാണി. അതേ ഫൈസലിക്ക തന്നെയാണ് നമുക്കിന്ന് ഈ അച്ചാറും റെഡിയാക്കി തന്നിട്ടുള്ളത്. കല്യാണ വീടുകളിൽ ലഭിക്കുന്ന അതേ അച്ചാർ തന്നെയാണിത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ അച്ചാറാണിത്. ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി 4 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പപ്പായ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇവ രണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. വളരെ ചെറിയ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി കുറച്ച് കടുകും കുറച്ച് ഉലുവയും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിടിയോളം കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇവ മൂന്നും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനു വേണ്ടി ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കടുകും ഉലുവയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. 10 കിലോ ബിരിയാണിയുടെ കൂടെ കഴിക്കാനായിട്ടുള്ള അത്രയും അച്ചാറാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല. ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് ചെറുതായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫൈസലിക്കാൻ്റെ ദം ബിരിയാണിയുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണുക. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്കൊരു 200 ഗ്രാമോളം ഉണക്ക ചെമ്മീനാണ്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചെമ്മീൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കാം. അതിനു വേണ്ടി നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങയും പപ്പായയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു പാക്കറ്റ് അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉലുവയും കടുകും കറിവേപ്പിലയും പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് വലിയൊരു കുപ്പി വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് ഫംഗ്ഷനും എന്ത് ഫുഡ് വേണമെങ്കിലും ഫൈസലിക്ക റെഡിയാക്കി തരും. അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ അവർക്കൊരു കാറ്ററിംഗ് സർവീസും ഉണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി എടുക്കണം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു പിടി കടുക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ മിക്സ് നമ്മുടെ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അച്ചാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊരു 15 മിനിറ്റോളം മാറ്റി വെക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമുക്കിതിലൊരു ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനാണ്. അപ്പോൾ ചെമ്മീനൊന്ന് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ്റെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ചെമ്മീൻ പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അച്ചാറിൻ്റെ വെറൈറ്റി ടേസ്റ്റ് വരുന്നത്. അതില്ലാതെയും അച്ചാറിന് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റാണിത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ടും പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്നൊരു തവണ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിലോളെന്ന് സെലക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. താങ്ക്